പ്രിയ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെ, കോളേജ് ക്ലാസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് താങ്കളെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ചാനലിൽ ഇന്ന് ഇവിടെ കൈകാര്യം ചെയ്യുന്നത് യൂണിവേഴ്സിറ്റി നടത്തുന്ന ഡിഗ്രി കോഴ്സിൻ്റെ അഥവാ UG കോഴ്സുകളുടെ ഇംഗ്ലീഷ് വിഷയം എല്ലാവർക്കും പൊതുവായി ഉള്ള ഒരു പേപ്പറാണ്. അതിൻ്റെ ടെസ്റ്റിൻ്റെ സ്റ്റഡി മെറ്റീരിയൽസിൻ്റെ സഹായത്താൽ പരീക്ഷയ്ക്ക് പഠിക്കുന്നതിനാവശ്യമായ രീതിയിൽ വിശദീകരിക്കുകയും അതോടൊപ്പം തന്നെ അതിൽ അത്യാവശ്യമായി വരുന്ന നോട്ടുകളും അതിൻ്റെ മുകളിൽ ഡിസ്കഷൻ ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ ചെയ്യുന്നത് പാഠഭാഗങ്ങളിലൂടെ കടന്നു പോവുകയും അതിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് നിങ്ങൾക്ക് തുടർന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ചർച്ച ചെയ്യുകയും അത് കൂടുതൽ വ്യക്തമാവുകയും ചെയ്യും. പരീക്ഷ എഴുതുവാൻ ഇത്തരത്തിലുള്ള ചർച്ച വിശദീകരണം സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പരീക്ഷയ്ക്ക് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് കാണാം, ഷോർട്ട് നോട്ട് ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസും പരീക്ഷയ്ക്ക് ചോദിച്ചായി കാണുന്നുണ്ട്. ആ രീതിയിൽ പഠിക്കുന്നതാണ് ഉചിതം. ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. പാഠഭാഗത്തിൻ്റെ പ്രധാനപ്പെട്ട പാസേജ് മാത്രമാണ് ഇവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിലെ ഒന്നാമത്തെ പാഠഭാഗം യൂണിറ്റിൽ വരുന്നത് ഇൻട്രൊഡക്ഷൻ ടു കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അത് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് പോലെ രണ്ട് ബോക്സിൽ കൊടുത്തിരിക്കുന്ന വിശദാംശങ്ങൾ ഒന്ന് വായിച്ചു നോക്കുക. പിന്നീട് ഓരോ പാരഗ്രാഫിലും വരുന്ന പ്രധാനപ്പെട്ട കണ്ടൻറ്റ് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്ക് എക്സാമിനേഷന് പഠിക്കാവുന്നതാണ്. ലേണിംഗ് ഔട്ട്കംസ് എന്ന് കൊടുത്തിരിക്കുന്ന ഭാഗം നോക്കുക. Acquire a general insight into the history of communication. Let us understand what we are discussing in this chapter. In this chapter, mainly we discuss the important area of the chapter is that the history of communication. We can also see the various kinds of communication and importance of effective communication and coding and decoding as a part of communication. Mainly here the chapter is being discussed the four main content. What is history of communication? Communication, we know, we can define communication in its own way in the following lines. Generally we can say communication എന്താണ് എന്നുള്ള പൊതുവായി നമുക്ക് മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ ഉണ്ട്. അവിടെ ആശയവിനിമയം, മാനവരാശിയുടെ ചരിത്രം നോക്കുമ്പോൾ ഭാഷയുണ്ടായ മുതൽ ആശയം കൈമാറാനുള്ള ഘട്ടങ്ങളായി പല ഘട്ടങ്ങളും കടന്ന് വന്നിട്ടാണ് ഇത്തരത്തിലുള്ള ഈ കാലങ്ങളിൽ ഞങ്ങൾ വ്യക്തമായി പല മാർഗങ്ങൾ ഉപയോഗിച്ച് ആശയവിനിമയം നടത്തുന്നത്. അപ്പോൾ ഹിസ്റ്ററി ഓഫ് കമ്മ്യൂണിക്കേഷൻ പഠിക്കുമ്പോൾ കമ്മ്യൂണിക്കേഷൻ ഏതൊക്കെ സ്റ്റേജസിലൂടെ കടന്നുപോയി അത് നമുക്ക് അവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. ഈ പ്രിൻറ്റിംഗ് പ്രസ്സിൻ്റെ കണ്ടുപിടുത്തം, അതുപോലെ തന്നെ പേപ്പറിൻ്റെ കണ്ടുപിടുത്തം ഒക്കെ പിന്നാലെ വരുന്നുണ്ട്. അത് ഞാൻ ആ സമയത്ത് പറയാം. അപ്പോൾ മെയിൻലി ദ ചാപ്റ്റർ ഈസ് ഡിസ്കസ്ഡ് ദി ഹിസ്റ്ററി ഓഫ് കമ്മ്യൂണിക്കേഷൻ ഫസ്റ്റ്, ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് കൈൻഡ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, തേർഡ് വൺ ഈസ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ, ആൻഡ് ഫോർത്ത് വൺ ഈസ് എൻകോഡിങ് ആൻഡ് ഡീകോഡിങ് ആസ് എ പാർട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഏതൊക്കെ തരത്തിലുള്ളതാണ് ആശയവിനിമയം എന്നുള്ളത്, പിന്നെ അതിൻ്റെ ചരിത്രം, അതുപോലെ തന്നെ എത്തരത്തിലുള്ളതാണ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. നമ്മൾ ഇമ്പോർട്ടൻസ് ഓഫ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് നമ്മൾ പറയുന്നത്
ഈ ഫലവത്തായ ആശയവിനിമയം എന്നുള്ളതാണ്. നമ്മൾ കമ്മ്യൂണിക്കേഷൻ നടത്തുമ്പോൾ അതിൻ്റെ റിസൾട്ട് ഫലവത്തായിരിക്കണം. നമ്മൾ പലപ്പോഴും നമ്മൾ ക്ലാസ് റൂമിൽ നമ്മൾ പഠിക്കുന്നത് കാണാം. നമ്മൾ ആശയവിനിമയം ഫലവത്താണെങ്കിൽ, കമ്മ്യൂണിക്കേഷൻ സക്സസ്ഫുൾ ആണെങ്കിൽ, നമ്മളെന്താണോ ഉദ്ദേശിച്ചത് ആ ഫലം എത്തിച്ചേരുന്ന ആൾക്ക് മനസ്സിലാവണം. അതിനൊരു ഫോർമുല തന്നെയുണ്ട്. എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഇൻറ്റൻഡഡ് മീനിങ് ഈസ് ഈക്വൽ ടു അണ്ടർസ്റ്റുഡ് മീനിങ് എന്ന് പറയും. IM ഈസ് ഈക്വൽ ടു UM. ഇൻറ്റൻഡഡ് മീനിങ് ഈസ് ഈക്വൽ ടു അണ്ടർസ്റ്റുഡ് മീനിങ്. അപ്പോൾ ഉദ്ദേശിച്ച അർത്ഥം എന്താണോ അത് മനസ്സിലാക്കിയ അർത്ഥം ആ രീതിയിൽ എത്തിച്ചേർന്നാൽ പൂർണ്ണമായ കമ്മ്യൂണിക്കേഷൻ, ഫലവത്തായ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ആ രീതിയിലുള്ള ഫോർമുല വെച്ച് ചേർത്തുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. അപ്പോൾ അതുപോലെ തന്നെ റോൾ ഓഫ് എൻകോഡിങ് ആൻഡ് ഡീകോഡിങ് എസ് എ പാർട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്നുണ്ട്. അതും നമ്മൾ പാഠഭാഗത്തിലൂടെ നമുക്ക് കടന്നു പോകുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇൻട്രൊഡക്ഷൻ ഭാഗത്ത് നോക്കുക. 2 ലൈന്, പ്രധാനപ്പെട്ട ലൈന് മാത്രം ഡിസ്കസ് ചെയ്യാം. മാൻ ഈസ് ബൈ നേച്ചർ എ സോഷ്യൽ ആനിമൽ സെഡ് അരിസ്റ്റോട്ടിൽ, ഗ്രീക്ക് ഫിലോസഫർ അരിസ്റ്റോട്ടിൽ. അക്കോർഡിംഗ് ടു അരിസ്റ്റോട്ടിൽ, മാൻ ഈസ് ബൈ നേച്ചർ എ സോഷ്യൽ ആനിമൽ. മനുഷ്യൻ ഒരു സാമൂഹ്യ ജീവിയാണ്. മനുഷ്യൻ്റെ സ്വഭാവം കൊണ്ട് അവനൊരു സാമൂഹ്യ ജീവിയാണ്. എന്താണ് സാമൂഹ്യ ജീവി എന്ന് നമുക്ക് പറയുമ്പോൾ, അത് ജനങ്ങളുടെ സമൂഹത്തിൽ ഗ്രൂപ്പായി ജീവിക്കുക, പരസ്പരം ബന്ധപ്പെട്ട് ജീവിക്കുക എന്നുള്ളതാണ്. സമൂഹത്തിൻ്റെ ഭാഗമായി ഒറ്റപ്പെട്ട് ജീവിക്കാതെ പ്രകൃതിയിൽ കൂട്ടമായി ജീവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ മനുഷ്യൻ്റെ സഹജമായ ജന്മനായുള്ള ഒരു പ്രത്യേകതയാണ് ഒരു നാച്ചുറൽ സാമൂഹ്യ ജീവിയായി ജീവിക്കുക എന്നുള്ളത്. അപ്പോൾ സാമൂഹ്യ ജീവിയായി ജീവിക്കുമ്പോൾ വി ഹാവ് സം റോൾസ്. വി കനോട്ട് ലിവ് ഇൻ ആൻ ഐസൊലേറ്റഡ് വേ. മീൻസ് നമുക്ക് ഒറ്റപ്പെട്ട് നമുക്കൊരിക്കലും ജീവിക്കാൻ പറ്റില്ല. അതിൻ്റെ മിഡിലായിട്ട് നിങ്ങൾക്ക് കാണാം, കമ്മ്യൂണിക്കേഷൻ ഈസ് എ എസെൻഷ്യൽ ടൂൾ വിച്ച് ഹാസ് എ ഫൗണ്ടേഷണൽ റോൾ ഇൻ ദി കളക്റ്റീവ് എക്സിസ്റ്റൻസ് ഓഫ് ഹ്യൂമൻ ബീയിങ്. അത് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ഈസ് എൻ എസെൻഷ്യൽ ടൂൾ വിച്ച് ഹാസ് എ ഫൗണ്ടേഷണൽ റോൾ ഇൻ ദി കളക്റ്റീവ് എക്സിസ്റ്റൻസ് ഓഫ് ഹ്യൂമൻ ബീയിങ്. അതായത് മാനവരാശിയുടെ ഗ്രൂപ്പായിട്ടുള്ള, അതായത് മാനവരാശിയുടെ കൂട്ടമായുള്ള നിലനിൽപ്പിന് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു മാധ്യമമായി മാറിയിരിക്കുകയാണ് ആശയവിനിമയം, കമ്മ്യൂണിക്കേഷൻ. അതായത് മാനവരാശിയുടെ കൂട്ടമായിട്ടുള്ള നിലനിൽപ്പിന് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു മാധ്യമമായി മാറിയിരിക്കുകയാണ് ആശയവിനിമയം. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ്റെ പ്രാധാന്യം ആ ഒരു ലൈനിൽ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അത് അടുത്ത ലൈനിൽ നോക്കുക. ക്യാൻ യു ഇമാജിൻ എ ഡേ വിത്തൗട്ട് ബീങ് ഏബിൾ ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് അതേഴ്സ്. നമുക്ക് മറ്റുള്ളവരുമായി ആശയവിനിമയം നടത്താതെ ഒരു ദിവസം നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ? ഇറ്റ് മീൻസ് വി കനോട്ട് പാസ് എ ഡേ വിത്തൗട്ട് എ കമ്മ്യൂണിക്കേഷൻ വിത്ത് അതർ പീപ്പിൾ എന്നുള്ളതാണ്. കമ്മ്യൂണിക്കേഷൻ ഈസ് നോട്ട് ജസ്റ്റ് ടോക്കിംഗ് ഓർ സെൻഡിങ് മെസ്സേജസ്. അതായത് കമ്മ്യൂണിക്കേഷൻ ഒരു ജസ്റ്റ് സംസാരിക്കുകയോ ആശയം കൈമാറുകയോ ചെയ്യുക മാത്രമല്ല. ഇറ്റ് ഈസ് നോട്ട് എ മിയർ ട്രാൻസ്ഫർ ഓഫ് മെസ്സേജസ് ആൻഡ് ഇറ്റ് ഈസ് നോട്ട് എ മിയർ ടോക്കിംഗ് വിത്ത് അതേഴ്സ്. ഈവൺ എ സ്ലൈറ്റ് എക്സ്പ്രഷൻ ഓൺ ദി ഫേസ് ദാറ്റ് ക്യാൻ കൺവേ മീനിങ് ആൻഡ് ടു അനദർ പേഴ്സൺ ഈസ് കമ്മ്യൂണിക്കേഷൻ. അതായത് മറ്റ് വ്യക്തികളുമായി നമ്മളൊരു ചെറിയ മുഖഭാവം തന്നെ, മുഖത്തെ ഭാവപ്രകടനം തന്നെ ഒരു കമ്മ്യൂണിക്കേഷനായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ അടുത്ത് നോക്കുക, കീവേഡ്സ് നിങ്ങൾ പഠിക്കണം. ഈ ചാപ്റ്റർ പഠിക്കുമ്പം പ്രധാനമായും ശ്രദ്ധിക്കേണ്ട 5ഓളം കീവേഡ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നോക്കുക, കമ്മ്യൂണിക്കേഷൻ, എൻകോഡിങ് ആൻഡ് ഡീകോഡിങ്, സെൻഡർ, റിസീവർ ആൻഡ് മെസ്സേജ്. അപ്പോൾ ഒന്നാമത്തെ ഡിസ്കഷൻ ചെയ്യേണ്ട ഭാഗം, മെയിനായിട്ട് ഭാഗം മാത്രം പറയുന്നു. ദ വേർഡ് കമ്മ്യൂണിക്കേഷൻ ഹാസ് ഇറ്റ്സ് റൂട്ട് ഇൻ ദി ലാറ്റിൻ വേർഡ് കമ്മ്യൂണിക്കെയർ വിച്ച് മീൻസ് ടു ഷെയർ. കമ്മ്യൂണിക്കേഷൻ എന്നുള്ള വേർഡ് ഹാസ് been originated from the Latin word communicare which means to share. To share, പങ്കുകൊള്ളുക എന്ന അർത്ഥം കാണിക്കുന്ന കമ്മ്യൂണിക്കെയർ എന്ന ലാറ്റിൻ വേർഡിൽ നിന്നാണ് ഈ കമ്മ്യൂണിക്കേഷൻ എന്ന വാക്ക് ഉത്ഭവിച്ചത്. അത് ഏത് പാരഗ്രാഫ് ക്വസ്റ്റനും ഏത് ഷോർട്ട് നോട്ട് ക്വസ്റ്റനാക്കി ചോദിക്കുമ്പോൾ കമ്മ്യൂണിക്കേഷൻ ഒരു ഡിഫൈൻ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഭാഗമുണ്ട്. ആ ഭാഗത്ത് അത് നമ്മൾ കൊടുത്തിരിക്കണം. അത്
വിശദീകരിക്കുമ്പോൾ നെക്സ്റ്റ് ലൈൻസ് ഫോളോ ചെയ്ത് വരുന്ന ലൈൻസ് നോക്കുക. ഇറ്റ് മേ ബി ഡിഫൈൻഡ് ആസ് എ പ്രോസസ് ബൈ വിച്ച് ഇൻഫർമേഷൻ ഈസ് എക്സ്ചേഞ്ച്ഡ് ബിറ്റ്വീൻ ഇൻഡിവിജ്വൽസ് യൂസിങ് എ കോമൺ സിസ്റ്റം ഓഫ് സിംബൽസ്, സൈൻ ആൻഡ് ജസ്റ്റേഴ്സ് ആൻഡ് ബിഹേവിയർ. ഇറ്റ് മേ ബി ഡിഫൈൻഡ്, ദ കമ്മ്യൂണിക്കേഷൻ മേ ബി ഡിഫൈൻഡ്, എന്തായിട്ട് നിർവചിക്കാം, ഡിഫൈൻ ചെയ്യാം, ആസ് എ പ്രോസസ് ബൈ വിച്ച് ഇൻഫർമേഷൻ ഈസ് എക്സ്ചേഞ്ച്ഡ്. അത് വിവരങ്ങൾ കൈമാറുന്ന ഒരു പ്രക്രിയയാണത്. ആരൊക്കെ തമ്മിൽ? ബിറ്റ്വീൻ ഇൻഡിവിജ്വൽസ് യൂസിങ് എ കോമൺ സിസ്റ്റം, വ്യക്തികൾ തമ്മിലാണ് കൈമാറുന്നത്. അത് എന്തൊക്കെയായാലും നമ്മൾ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെന്ന് വെച്ചാൽ സിംബൽസ്, സൈൻസ്, ജസ്റ്റേഴ്സ്, ബിഹേവിയർ, അതായത് പ്രതീകങ്ങൾ ഉപയോഗിക്കാം, ചിഹ്നങ്ങൾ ഉപയോഗിക്കാം, ആംഗ്യങ്ങൾ ഉപയോഗിക്കാം, സ്വഭാവങ്ങൾ. അപ്പോൾ എല്ലാ രീതി ഇങ്ങനെയുള്ള മാധ്യമങ്ങളിലൂടെയാണ് നമ്മൾ ആശയം കൈമാറുന്നത്. The aim of communication is to put across the ideas and thoughts and feeling in the mind of a person to another. അപ്പോൾ അതാ the aim of communication. കമ്മ്യൂണിക്കേഷൻ്റെ ലക്ഷ്യം, എയിം എന്താണ്? ഈസ് ടു പുട്ട് അക്രോസ് ദി ഐഡിയാസ്, തോട്ട്സ് ആൻഡ് ഫീലിംഗ് ഇൻ ദ മൈൻഡ്. മനുഷ്യൻ്റെ മനസ്സിലുള്ള ഈ ചിന്തയും വികാരവും ആശയവും മറ്റുള്ളവർ കൈമാറുക എന്നുള്ളതാണ്. അതാണ് ആ ഭാഗത്ത് അതിനെക്കുറിച്ച് പറയാനുള്ളത്. പിന്നീട് വരുന്നത് നെക്സ്റ്റ് പാരഗ്രാഫിൽ വരുന്നത്, ഇനിയിപ്പം ദർ ആർ മെനി മോഡൽസ് ദാറ്റ് തിയറൈസ് ദി കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ്. കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിലുള്ള എലിമെൻറ്റ്സ് എന്തൊക്കെയുണ്ട് അത് നോക്കുക. ലെറ്റസ് ഫോക്കസ് ദി on the very basic on one which features a sender, receiver, message and feedback. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ്റെ എലിമെൻറ്റ്സ് എന്ന് പറയുന്നത്, ഘടകങ്ങൾ എന്ന് പറയുന്നത്, അതിൽ ഭാഗവാക്കാകുന്നത് സെൻഡർ എന്നുള്ളതാണ്. ഫസ്റ്റ് സെൻഡർ മീൻസ് വൺ ഹൂ ക്രിയേറ്റ്സ് എ മെസ്സേജ്. ദ ഫസ്റ്റ് പേഴ്സൺ, ആരാണോ അവിടെ ആശയം കൈമാറാൻ ആരംഭിക്കുന്നത് അതാണ് സെൻഡർ, അയക്കുന്ന ആൾ. അതുപോലത്തെ റിസീവർ, അതുപോലെ തന്നെ ആരാണോ കേൾക്കുന്ന ആൾ, സ്വീകരിക്കുന്ന ആൾ, റിസീവർ. മെസ്സേജ് മീൻസ് എന്താണ്? ഒരു കണ്ടൻറ്റ്, സന്ദേശം. പിന്നീട് വരുന്നത് ഫീഡ്ബാക്ക് വരുന്നത് ആ ഒരു ഇതിൽ വരുന്ന കമ്മ്യൂണിക്കേഷൻ വരുന്ന ഒരു കാര്യമായ ഒരുപാടാണ് ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ അതിന് റിസൾട്ട്, അതിൻ്റെ ഫലം, അതെങ്ങനെയാണ് കേട്ടതിന് ശേഷം കേൾവിക്കാരനിൽ പ്രതികരണം ഉണ്ടാക്കുന്നത്, അതാണ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 4 എലിമെൻറ്റ്സ് നിങ്ങൾ പഠിച്ചിരിക്കണം: സെൻഡർ, റിസീവർ, മെസ്സേജ് ആൻഡ് ഫീഡ്ബാക്ക്. അപ്പോൾ ഹൂ ഇനീഷ്യേറ്റ്സ് പ്രോസസ് ഇവിടെ പറയുന്നുണ്ട്. എ സെൻഡർ ഈസ് എ പേഴ്സൺ ഹൂ ഇനീഷ്യേറ്റ്സ് ദി കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ്. അതായത് കമ്മ്യൂണിക്കേഷൻ പ്രക്രിയ ആരംഭിക്കുന്നത്, മുൻകൈ എടുക്കുന്നത് ആരാണോ അയാളാണ് സെൻഡർ. ഹീ ഓർ ഷീ പ്രൊഡ്യൂസസ് ദി മെസ്സേജ് ആൻഡ് പാസസ് ഇറ്റ് ടു ദി റിസീവർ. അങ്ങനെ ആശയം റിസീവറിലേക്ക് കൈമാറുന്നു. ഹൂ പ്രോസസ് ആൻഡ് അണ്ടർസ്റ്റാൻഡ്സ്, അയാൾ അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. അതുപോലെ തന്നെ ആൻഡ് അണ്ടർസ്റ്റാൻഡ്സ് ഇറ്റ് ഇൻ ബിഫോർ സെൻഡിങ് എ ഫീഡ്ബാക്ക് ടു ദി സെൻഡർ. അത് സെൻഡറിന്, അയക്കുന്ന ആൾക്ക് അത് ഫീഡ്ബാക്ക് നൽകുന്നു. അതോടുകൂടി കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്ത് വരുന്ന പാരഗ്രാഫ് കൊടുത്തിരിക്കുന്നത് ഒരു ആശയവിനിമയം നടത്തുന്നതിനുള്ള ഒരു ഡയലോഗ് കൊടുത്തിരിക്കുകയാണ്. അതിൽ ഡിസ്കഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അടുത്ത് വരുന്ന പാരഗ്രാഫ് നോക്കുക. യു ക്യാൻ നോട്ടീസ് ഹൗ ദ ഫീഡ്ബാക്ക് ബിക്കംസ് ദ മെസ്സേജ് ഓൺ വിച്ച് ഫർദർ കമ്മ്യൂണിക്കേഷൻ ടേക്ക് പ്ലേസ്. അപ്പോൾ the communication is going on as per the feedback, as per the result of the first senders sending the message. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഈസ് ദസ് എ 2-way പ്രോസസ്സ്. അത് ഒരു ഇമ്പോർട്ടൻ്റ് ലൈനാണ്. കമ്മ്യൂണിക്കേഷൻ ഈസ് എ 2-way പ്രോസസ്സ്. കമ്മ്യൂണിക്കേഷൻ ഒരു 2 വശമുള്ള ഒരു പ്രക്രിയയാണ്, 2 വഴികളുള്ള പ്രക്രിയയാണ്. അത് മീൻസ്, അതായത് നമ്മൾ പറയുന്ന സെൻഡർ ഈസ് ദർ ആൻഡ് റിസീവർ ഈസ് ദർ. റിസീവർ മേ റിപ്ലൈ അക്കോർഡിംഗ് ടു ദി സെൻഡേഴ്സ് ഒപ്പീനിയൻ ഓർ ഐഡിയ. അത് 2 ഭാഗത്തുള്ള പ്രക്രിയയാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് റിക്വയർസ് ദി ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഓഫ് ഓൾ ഏജൻറ്റ് ഇൻവോൾവ് ഇൻ ടു ബി എഫക്റ്റീവ്. അതിന് എന്ത് വേണം? അതായത് ഇറ്റ് നീഡ്സ് ദി ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഓഫ് ഓൾ ഏജൻറ്റ്സ് ഇൻവോൾവ് ഇൻ ടു ദി എഫക്റ്റീവ്. നമുക്കറിയാം ഏജൻറ്റ്സ് എന്ന് പറയുന്നത് സെൻഡറും റിസീവറുമാണ്. റിസീവറിൻ്റെ കൂടി പാർട്ടിസിപ്പേഷൻ, അതിനകത്ത് പങ്കാളിത്തം നല്ല രീതിയിലുണ്ടെങ്കിൽ മാത്രമേ കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവായി മാറുകയുള്ളൂ. അപ്പോൾ അതാണ് ആ ഭാഗത്തെക്കുറിച്ച് കാര്യമായി പറയാനുള്ളത്. അപ്പോൾ റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ
too has a long history which can be traced back to the ancient civilization. You might have heard of uniform and hieroglyphics. Human beings used to write on stones, on rocks, till they discovered papyrus. അതായത് പേപ്പർ കണ്ടുപിടിക്കുന്നത് വരെ till the invention of the paper, human being of the past history wrote in their own language in the form of cuneiform or language in the stones and in rocks. അതായത് ഒരു ഭാഷ പേപ്പർ രൂപത്തിൽ കണ്ടുപിടിക്കുന്നത് വരെ ഈ പഴയ നമ്മളെ ആൾക്കാർ ഈ പാറയിലും അതുപോലെ തന്നെ കല്ലിലും ഒക്കെ എഴുതിയതായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ക്യൂണിഫോം എന്ന് പറഞ്ഞാൽ മെസപ്പൊട്ടോമിയയിലെ സുമേറിയക്കാരുടെ പഴയ രീതിയിലുള്ള എഴുത്ത് രൂപമാണ്. അപ്പോൾ നെക്സ്റ്റ് നോക്കുക. ദ ഇൻവെൻഷൻ ഓഫ് പേപ്പർ ഇൻ ചൈന വാസ് എ മൈൽ സ്റ്റോൺ ഇൻ ദ ഹിസ്റ്ററി ഓഫ് കമ്മ്യൂണിക്കേഷൻ. അത് കാര്യമായ ഒരു ലൈനാണ്. അതായത് ഈ കമ്മ്യൂണിക്കേഷൻ്റെ ചരിത്രത്തിൽ ഒരു നാഴികക്കല്ലാണ് ചൈനയിൽ കണ്ടുപിടിച്ച പേപ്പറിൻ്റെ കണ്ടുപിടുത്തം എന്ന് പറയുന്നത്. ദർ ആർ സെവറൽ ഇൻട്രസ്റ്റിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഫ്രം ദി ഹിസ്റ്ററി അസോസിയേറ്റ് വിത്ത് ഹ്യൂമൻ കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ അതിന് മറ്റ് ഭാഗങ്ങൾ അതിൽ പറയാനുള്ളത് നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കിയാൽ നമുക്കറിയാം. ദ ഇൻവെൻഷൻ ഓഫ് പ്രിൻറ്റിംഗ് പ്രസ് വാസ് അനദർ മൊമെൻറ്റസ് ലാൻഡ് മാർക്ക് ഇൻ കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷനിൽ മറ്റൊരു ലാൻഡ് മാർക്ക്, വഴിത്തിരിവ് അല്ലെങ്കിൽ നാഴികക്കല്ലെന്ന് പറയുന്നത് ഈ പ്രിൻറ്റിംഗ് പ്രസ്സിൻ്റെ കണ്ടുപിടുത്തമാണ്. ഇപ്പോൾ പ്രിൻറ്റിംഗ് പ്രസ്, പേപ്പർ, ഈ രണ്ട് കണ്ടുപിടുത്തമാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിൽ ടേണിംഗ് പോയിൻ്റായി ഞങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന ഘടകങ്ങൾ. അപ്പോൾ ഇനി നമുക്ക് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ നമുക്ക് നോക്കാം. എന്താണ് ഇവിടെ ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ? ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഫ്ലോ ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്നാണ്. അതായത് നമുക്ക് 1 വേ 2 വേ എന്ന് പറഞ്ഞ രണ്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. Communication can be divided in or categorized into two forms. One-way communication. One-way communication. എന്താണ് one-way communication? ഇവിടെ നോക്കാം. It is when there is the flow of information from the sender to the receiver and there is no scope for the feedback. അതായത് it is when there is the flow of information from the sender to the receiver and there is no scope for the feedback. അത് ഒരു വിവരങ്ങളുടെ ഒഴുക്കാണ്, ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ. ആരിൽ നിന്നും? സെൻറ്ററിൽ നിന്നും ആർക്ക് വേണ്ടി? റിസീവറിലേക്കുള്ള ഒരു വൺ സൈഡഡ് ആയിരിക്കുന്ന ഒരു മെസ്സേജ് കൈമാറ്റമാണ് വൺ വേ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നമ്മൾ ഈ റേഡിയോ ബ്രോഡ്കാസ്റ്റൊക്കെ വൺ വേ കമ്മ്യൂണിക്കേഷനാണ്. അത് ഒരു മെസ്സേജ് പാസ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അവിടെ നോ സ്കോപ്പ് ഫോർ ഫീഡ്ബാക്ക്. നമുക്കതിന് മറുപടി പറയാനുള്ള അവസരം അവിടെയില്ല. അതുകൊണ്ടാണ് അതിനെ വൺ വേ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടൈപ്പ് 2 വേ കമ്മ്യൂണിക്കേഷനാണ്. ഇറ്റ് ഈസ് വൺ ഇൻ വിച്ച് വിത്ത് ദി സെൻറ്റർ ആൻഡ് ദി റിസീവർ ആർ ഇൻവോൾവ്ഡ് ഇൻ ട്രാൻസ്മിറ്റിംഗ് ഇൻഫർമേഷൻ. അവിടെ വരുമ്പോൾ 2 persons, sender and receivers active participation can be seen in the 2 way communication. കണ്ടില്ല? ഇറ്റ് ഈസ് വൺ ഇൻ വിച്ച് ബോത്ത് സെൻറ്റർ ആൻഡ് റിസീവർ ആർ ഇൻവോൾവ്ഡ്. അവിടെ സെൻറ്ററും റിസീവറും അയക്കുന്ന ആളും സ്വീകരിക്കുന്ന ആളും ഭാഗവാക്കാകുന്നു ഈ ആശയ കൈമാറ്റത്തിൽ. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. അതിനെ ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ, പരസ്പര ബന്ധപ്പെടുന്ന ആശയവിനിമയം എന്ന് അതിനെ നമുക്ക് പറയാം. ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാം. അത് നമ്മൾ ക്ലാസ്സിലെ അധ്യാപകൻ പഠിപ്പിക്കുന്നു, കുട്ടികളിൽ നിന്നും ഉത്തരം പ്രതീക്ഷിക്കുന്നു, ഉത്തരം പറയിപ്പിക്കുന്നു. ഇങ്ങനെ 2 വേ കമ്മ്യൂണിക്കേഷൻ അവിടെ നടക്കുന്നുണ്ട്. അതിന് 2 വേ കമ്മ്യൂണിക്കേഷൻ ഓൾസോ ബി എക്സ്പ്ലെയിൻഡ് ഇൻ അനദർ വേ, ദാറ്റ് ഈസ് സിമെട്രിക് ആൻഡ് അസിമെട്രിക്. അതുകൊണ്ടോ when the parties involved in are equal, for instance a conversation between your friend and you, നിങ്ങൾ ഫ്രണ്ടും നിങ്ങളും തമ്മിൽ സംസാരിക്കുന്ന രണ്ടുപേരും ഈക്വലായി പങ്കാളിത്തോട് സംസാരിക്കുന്നതിനെ സിമെട്രിക് എന്ന് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നു. അതുപോലെ തന്നെ എസിമെട്രിക് വരുമ്പോൾ when one party is involved has more dominant, for instance a teacher giving a lecture, അത് എസിമെട്രിക് എന്ന് പറയുമ്പോൾ അത് ഒരു ഏകപക്ഷീയമായ അല്ല, അധ്യാപകൻ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ഒരു മെത്തേഡിനെ കുറച്ചുകൂടി ഡോമിനൻ്റ് ആയിട്ട് ഒരു മുൻകൈ എടുത്ത് കൂടുതലായി അധ്യാപകൻ സംസാരിക്കുന്നു, ലെക്ചർ ക്ലാസ് നൽകുന്നു. അതിന് ഡോമിനൻ്റായി ഒരു പവർ ഉപയോഗിച്ചുകൊണ്ട് പറയുന്ന ഒരു മെത്തേഡാണ് എസിമെട്രിക്
കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സിമെട്രിക് ടു വേ കമ്മ്യൂണിക്കേഷനിൽ സിമെട്രിക്കും ഉണ്ട്, ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ബോത്ത് സൈഡ്സിലും വരാം, അതുപോലെ തന്നെ ആക്റ്റീവ് അല്ലാതെ പാർട്ടിസിപ്പേഷൻ ബോത്ത് സൈഡ്സ് വരാം. അതിൻ്റെ അനുസരിച്ചുകൊണ്ട് സിമെട്രിക്കെന്നും എസിമെട്രിക്കും എന്നും പറയുന്നു. നെക്സ്റ്റ് നമുക്ക് പോകേണ്ടത് ഈ മെത്തേഡ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതാണ്. മെത്തേഡ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ നമ്മൾ പറയുമ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലെ വെർബൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാം. വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വി ക്യാൻ ഡിഫൈൻ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഇൻ ദ ഫോം ഓഫ് വേർഡ്സ് ആൻഡ് റിട്ടൺ വേർഡ്സ് ആൻഡ് സ്പോക്കൺ വേർഡ്സ്. അതാണ്. അതിൽ തന്നെ ഓറൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, അതുപോലെ തന്നെ റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. വെർബൽ കമ്മ്യൂണിക്കേഷൻ ഇൻവോൾവ്സ് നോക്കുക. വെർബൽ കമ്മ്യൂണിക്കേഷൻ ഇൻവോൾവ്സ് ദി ലാംഗ്വേജ് ഫോർ ദി പർപ്പസ് ഓഫ് കൺവേയിങ് ദി ഇൻറ്റൻഡഡ് മീനിങ് മെസ്സേജ്. വെർബൽ കമ്മ്യൂണിക്കേഷൻ involves the use of language for the purpose of conveying the intended message. അവിടെ ഭാഷ ഉപയോഗിക്കുന്നു നമ്മൾ ഉദ്ദേശിച്ച ലക്ഷ്യം കൈമാറ്റം ചെയ്യാൻ വേണ്ടി. ദിസ് ഇൻക്ലൂഡ്സ് കമ്മ്യൂണിക്കേഷൻ ഇൻ സ്പോക്കൺ ഓർ റിയൽ ഇൻ റിട്ടൺ ഫോം. അവിടെ എഴുത്ത് ഭാഷയും സംസാര ഭാഷയും ഉപയോഗിക്കുന്നു, ഭാഷ തന്നെ നേരിട്ട് ഉപയോഗിക്കുന്നു. അതാണ് വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അത് തന്നെ വെർബൽ തന്നെ ഓറൽ കമ്മ്യൂണിക്കേഷൻ വരാം. ഓറൽ കമ്മ്യൂണിക്കേഷൻ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ബൈ ടോക്കിംഗ്, സംസാരത്തിൻ്റെ രീതിയിലുള്ള ആശയവിനിമയമാണ് ഓവർ കമ്മ്യൂണിക്കേഷൻ. അതായത് ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ, അത് നേരിട്ട് സംസാരിക്കുക, അതാണ് ഓറൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ വരാം. റിട്ടൺ കമ്മ്യൂണിക്കേഷൻ മീൻസ് നമ്മൾ എഴുത്ത് രൂപത്തിലുള്ള ആശയവിനിമയമാണ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ നമ്മൾ എടുക്കുമ്പോൾ വെർബലല്ലാത്ത സംസാര ഭാഷയോ എഴുത്തുഭാഷയോ ഉപയോഗിക്കാത്ത രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻസ് ഉണ്ട്. അതിന് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ റിലേസ് മെസ്സേജ് വിത്തൗട്ട് ട്രാൻസ്മിഷൻ ഓർ എക്സ്ചേഞ്ച് ഓഫ് വേർഡ്സ് നോക്കാം. അതായത് വാക്കുകൾ കൈമാറാതെ, വാക്കുകൾ ഉപയോഗിക്കാതെ നമ്മൾ പല സിമ്പിൾസ് കൊണ്ടും ആശയം കൈമാറുന്ന രീതിയാണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. അത് തന്നെ വിഷ്വൽ ഓർ സിംബോളിക് കമ്മ്യൂണിക്കേഷൻസ് ഉണ്ട്. വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മളിപ്പം ഡ്രോയിങ്ങും പ്ലക്കാർഡ്സും മറ്റ് ഇല്ലസ്ട്രേഷൻസൊക്കെ വെച്ചുകൊണ്ട് ആശയവിനിമയം. ദിസ് റെഫേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ ദാറ്റ് ടേക്സ് പ്ലേസ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് സിംബൽസ്. പ്രതീകങ്ങൾ ഉപയോഗിച്ചിരിക്കുന്ന ആശയവിനിമയമാണ് സിംബോളിക് ആൻഡ് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. നമുക്കറിയാം ഒരു ഡേഞ്ചറസ് ആയ ഇലക്ട്രിക്കൽ പോസ്റ്റുമിൽ നിങ്ങൾ അതിൻ്റെ ഒരു ഡേഞ്ചർ സിഗ്നൽ ചിഹ്നം വെച്ചാൽ അത് അപകടകരമാണ് എന്നുള്ള സിമ്പൽ വെച്ചുകൊണ്ട്, ഒരു സ്കള്ളിൻ്റെ ഒക്കെ നമ്മൾ ചിത്രം വെച്ചാൽ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് ആ ഒരു ആശയം. അതാണ് വിഷ്വൽ ഓർ സിംബോളിക് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നെക്സ്റ്റ് വൺ ഫിസിക്കൽ ആൻഡ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു. അപ്പോൾ നെക്സ്റ്റ് വരുന്നത് ഫിസിക്കൽ ഓർ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. അതായത് ദ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഈസ് സപ്ലിമെൻറ്റ് ത്രൂ ദി യൂസ് ഓഫ് ജസ്റ്റേഴ്സ്. അത് രണ്ടും ഫിസിക്കലും നോൺ വെർബലും ശരീരവും കൂടി അതിൽ ഭാഗമാക്കിക്കൊണ്ട് നോൺ വെർബലാകാം. അതായത് ഇവിടെ മെയിനായിട്ടും ചർച്ച ചെയ്യുന്നത് നമ്മൾ ഫേഷ്യൽ എക്സ്പ്രഷനും അത് നമ്മുടെ ശരീരത്തിൻ്റെ ശരീരഭാഷ എന്ന് പറയുന്ന ഒരു ഭാഷയുണ്ട്. ആശയവിനിമയം നടത്താൻ കൈകൊണ്ട് സിഗ്നൽ കൊടുക്കാം. അങ്ങനെയുള്ള സിഗ്നലിംഗ് ആണ് ഫിസിക്കൽ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അത് ട്രാഫിക് പോലീസൊക്കെ ചെയ്യുന്നത് പോലെ അവിടെ ഫിസിക്കൽ ആയിരിക്കുന്ന ഒരു ഹാൻഡ് സിഗ്നൽസൊക്കെ കൊടുത്തുകൊണ്ടുള്ള ആശയവിനിമയം നടത്തുന്നത്. അതുകൊണ്ടാണ് അത് ഫിസിക്കൽ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനിൽ പെടുന്നത്. നെക്സ്റ്റ് വരുന്നത് മേജർ സ്റ്റൈൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതാണ്. എന്താണ് മേജർ സ്റ്റൈൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ വരുന്നത് ഒന്ന് നോക്കാം. അവിടെ അഗ്രസീവ്, പാസീവ്, അതുപോലെ പാസീവ് അഗ്രസീവ്, അസേർട്ടീവ് എന്ന് പറഞ്ഞുകൊണ്ട് 4 വിഭാഗത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ഇവിടെയുണ്ട്. എന്താണ് അഗ്രസീവ് കമ്മ്യൂണിക്കേഷൻ? ആ വാക്ക് പോലെ തന്നെ അഗ്രസീവായ കമ്മ്യൂണിക്കേഷൻ റെഫേഴ്സ് ടു സച്ച് aggressive communication നോക്കുക. aggressive communication refers to such a kind of communication where strong emotions are exhibited. അവിടെ അഗ്രസീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ ആശയവിനിമയം സ്ട്രോങ് ഇമോഷൻസ് ആർ എക്സിബിറ്റഡ്, നമ്മളുടെ ശക്തമായ വികാരം പ്രകടിപ്പിക്കുന്ന, ശക്തമായ ആ വികാരം വികാരത്തോടുകൂടി പ്രകടിപ്പിക്കുന്ന ഒന്നാണ് അഗ്രസീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അവിടെ റേസ്ഡ് വോയിസ് ഓർ ഷൗട്ടിംഗ് ജസ്റ്റേഴ്സ് ദാറ്റ് റിഫ്ലക്റ്റ് ഹേറ്റ്രഡ് ആൻഡ് ആങ്കർ, ഇറിറ്റബിളി, ഡോമിനേഷൻ, ത്രെട്ടണിങ് എക്സെട്ര ഓർ സം ഓഫ് ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സം കമ്മ്യൂണിക്കേഷൻ.
അല്ല ഇനി അതുപോലെ അഗ്രസീവ് കമ്മ്യൂണിക്കേഷൻ പഠിക്കുമ്പോൾ എക്സാമിനേഷൻ എഴുതുമ്പോൾ നിങ്ങളങ്ങനെ പഠിക്കണം. അഗ്രസീവ് കമ്മ്യൂണിക്കേഷൻ റെഫേഴ്സ് ടു സച്ച് എ കൈൻഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. എത്തരത്തിലുള്ളതാണ് അഗ്രസീവ് കമ്മ്യൂണിക്കേഷൻ? വേറെ സ്ട്രോങ് ഇമോഷൻസ് ആർ എക്സിബിറ്റഡ്. ശക്തമായ വികാരം പ്രകടിപ്പിക്കുന്നു. റേസ്ഡ് വോയിസ്, ഉച്ചത്തിൽ സംസാരിക്കുന്നു. അതുപോലെ തന്നെ ഷൗട്ട് ചെയ്യുന്നു. ജസ്റ്റേഴ്സ്, ആംഗ്യം കാണിക്കുന്നു. ശരീരഭാഷ വൈരാഗ്യത്തിൻ്റെയും ശക്തിയുടെയും അതുപോലെ തന്നെ ദേഷ്യത്തിൻ്റെയും പ്രകടനം കാണിക്കുന്നു. ത്രട്ടണിങ് കാണിക്കുന്നു. ഭീഷണിയുടെ സ്വരം കാണിക്കുന്നു. അത്തരത്തിലുള്ള സ്വരം കാണിച്ചിട്ടുള്ള സംസാര രീതിയാണ് കമ്മ്യൂണിക്കേഷൻ രീതിയാണ് അഗ്രസീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അതാണ് അഗ്രസീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇനിയിപ്പം നെക്സ്റ്റ് വരുന്നത് പാസീവ് കമ്മ്യൂണിക്കേഷനാണ്. പാസീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ when the receiver accepts everything in silence, though he disagrees to the ideas, it can be termed as passive communication. പാസീവ് കമ്മ്യൂണിക്കേഷൻ എന്ന വാക്കുകൾ തന്നെ നമ്മൾ നിർവികാരമായിട്ട് നമ്മൾ പ്രതികരിക്കുക, അതാണ് പാസീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. when the receiver accepts everything in silence, സെൻഡർ അല്ലെങ്കിൽ ഫസ്റ്റ് സ്പീക്കർ പറയുമ്പോൾ നമ്മൾ റിസീവർ എല്ലാം സൈലൻ്റായി കേൾക്കുക, ഒരു നിഷ്ക്രിയമായി അല്ലെങ്കിൽ ഇനാക്റ്റീവായിട്ട് സംഗതി കേൾക്കുക, അതിന് പെട്ടെന്നൊന്നും പ്രതികരിക്കാതെ നിൽക്കുക, അതാണ് പാസീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഷോസ് എ ലാക്ക് ഓഫ് കോൺഫിഡൻസ് ഇൻ ദി പേഴ്സൺ ഹു ഈസിലി ഈൽഡ്സ് ടു ദി അതർ പേഴ്സൺ. അത് മറ്റു വ്യക്തികൾ, കേൾക്കുന്ന വ്യക്തികൾക്ക് ആത്മവിശ്വാസം ഇല്ലാത്തത് പോലെ അവൻ പെരുമാറുന്നു, ജസ്റ്റ് പറയുന്ന അനുസരിക്കുന്നു. അതാണ് ഈ പാസീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ് വരുന്നത് പാസീവ് ആൻഡ് അഗ്രസീവാണ്. നോക്കുക, സം പേഴ്സൺ മേ അപ്പിയർ പാസീവ് ഓൺ ദി സർഫേസ് ബട്ട് എക്സ്പ്രസ് ദർ ഡിസഗ്രിമെൻറ്റ് ഇൻ സട്ടിൽ ഫോംസ്. അവിടെ ചില വ്യക്തികൾ പാസീവായി പ്രതികരിക്കുന്നു, കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നു. അപ്പോൾ പാസീവായി പ്രതികരിക്കുന്നുണ്ടെങ്കിൽ പോലും അവിടെ അഗ്രസീവായ ഒരു സ്വഭാവം കൂടി അതിൽ കാണാം. അതായത് ബട്ട് എക്സ്പ്രസ് ദർ ഡിസഗ്രിമെൻറ്റ് ഇൻ സട്ടിൽ ഫോം. പക്ഷേ അവനുള്ള അഭിപ്രായ വ്യത്യാസം വേറെ രീതിയിൽ കാണിക്കുന്നു. അത് രണ്ടും പാസീവാണ്, അതോടൊപ്പം തന്നെ സൈലൻ്റാണ്. അതോടൊപ്പം തന്നെ അവനുള്ള വെറുപ്പ്, അവനുള്ള അസംതൃപ്തി ശക്തമായ രീതിയിൽ മട്ടറിങ്ങിലൂടെയോ മർമറിങ്ങിലൂടെയോ അല്ലെങ്കിൽ മറ്റ് രീതിയിലെ ആക്ഷനിലൂടെയോ അയാൾ കാണിക്കുന്നു. അതാണ് പാസീവ് ആൻഡ് അഗ്രസീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി അസർട്ടീവ് കമ്മ്യൂണിക്കേഷൻ നോക്കുക. അസർട്ടീവ് കമ്മ്യൂണിക്കേഷൻ, ഇറ്റ് ഈസ് ദ മോസ്റ്റ് effective styles of communication where a person expresses his feelings, ideas and needs with considering that of other too. അത് ഏറ്റവും ശക്തമായ ഒരു ആശയവിനിമയമാണ് അസർട്ടീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അവിടെ എന്താ വ്യക്തികൾ ചെയ്യുന്നത്? വ്യക്തികൾ അവൻ്റെ അഭിപ്രായം പ്രകടനം നടത്തുന്നു. ആ അഭിപ്രായ പ്രകടനം നടത്തുമ്പോൾ ആ കേൾക്കുന്ന ആളുടെ ആരാണോ റിസീവർ അവരുടെയും കൂടി അഭിപ്രായം മുഖവിലക്ക് എടുത്തുകൊണ്ടുള്ള ഒരു ആശയം സമർത്ഥിക്കുകയാണ് അസർട്ടീവ് കമ്മ്യൂണിക്കേഷനോട് ചെയ്യുന്നത്. ഇറ്റ് ഹാസ് എ സ്കോപ്പ് ഫോർ ഓൾ പാർട്ടിസിപ്പൻസ് ആസ് ദർ ഈസ് നോ ഡോമിനേഷൻ സബോർഡിനേഷൻ ബൈ എനിവൺ. അവിടെ ഒരാളുടെയും കമ്മ്യൂണിക്കേഷനിൽ മേധാവിത്വം ഇല്ലാതെ അവൻ്റെ ആശയം മറ്റുള്ളവർക്ക് സ്വീകാര്യമായ രീതിയിൽ പ്രകടിപ്പിക്കലാണ് അസർട്ടീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് നമ്മൾ പറയുന്നത്. ഇനി അടുത്ത ലാസ്റ്റ് 2 പോയിൻ്റ് കൂടി പഠിക്കാനുള്ളതാണ് എൻകോഡിങ് ആൻഡ് ഡീകോഡിങ്. എൻകോഡിങ് ആൻഡ് ഡീകോഡിങ് എന്ന് പറയുന്നത് ഈ നമ്മൾ അടുത്ത പാരഗ്രാഫ് വായിക്കുമ്പോൾ മനസ്സിലാവും. ഹ്യൂമൻ ലാംഗ്വേജ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആർ സിംബോളിക് ഇൻ നേച്ചർ, ഐഡിയാസ് കൺവേർട്ടഡ് ഇൻ ടു സിംബൽസ് ആൻഡ് ട്രാൻസ്മിറ്റഡ്. ഹ്യൂമൻ ലാംഗ്വേജ് മീൻസ് കമ്മ്യൂണിക്കേഷൻ ആർ ഇൻ സിംബോളിക് ഇൻ നേച്ചർ. പല ആശയവിനിമയം നമ്മൾ പ്രതീകാത്മകമായിട്ട് നമ്മൾ അവതരിപ്പിക്കുന്നുണ്ട്. വാക്കുകളിൽ കൂടെയല്ലാതെയും വാക്കുകളിലൂടെയും പ്രതീകാത്മകമായി അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഐഡിയാസ് ആർ കൺവേർട്ടഡ് ഇൻ സിംബൽസ് ആൻഡ് ട്രാൻസ്മിറ്റഡ്. ആശയങ്ങളെ നമ്മൾ പ്രതീകമായിട്ട് മാറ്റപ്പെടുകയും അങ്ങനെ ആശയം കൈമാറുകയും ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, ഇപ്പം ഷോർട്ട് ഹാൻഡ്, ഇംഗ്ലീഷിൽ ഒരു ഷോർട്ട് ഹാൻഡ് ഒരു കോഡിങ് ചെയ്യുന്നുണ്ട് അവിടെ. അതുപോലെ തന്നെ ആ കോഡിങ് വേറെ ട്രാൻസ്ലേഷൻ ചെയ്യുമ്പം ഡീകോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സിംബൽസിലൂടെ നമുക്ക് ആശയം കൈമാറാം. അതാണ് കോഡിങ് ആൻഡ് എൻകോഡിങ് ആൻഡ് ഡീകോഡിങ് എന്നുള്ള കൺസെപ്റ്റ്. ഇപ്പം മിലിറ്ററി സീക്രട്ട് സർവീസിലൊക്കെ സീക്രട്ടായിട്ട് നമുക്ക് ഒരു ആശയം കൈമാറണമെങ്കിൽ കോഡിങ്ങിലൂടെ നമ്മൾ ആശയം ആദ്യം തന്നെ ട്രാൻസ്ക്രൈബ് ചെയ്യും. അതിനുശേഷം അത് ഡീകോഡ് ചെയ്യുന്ന ഒരു മെത്തേഡും ഉണ്ട്. അതോടെ നമുക്കറിയാം, പണ്ടൊക്കെ സമയങ്ങളിൽ ടെലിഗ്രാം ഓഫീസിലൊക്കെ നമ്മൾ അയക്കുമ്പോൾ ടെലിഗ്രാം മെസ്സേജ് കോഡ് ഭാഷയിലാണ് നമ്മൾ സെൻഡ് ചെയ്യുന്നത്. അതിനുശേഷം അത്
കോഡ് ഭാഷയെ ഡീകോഡ് ചെയ്യുകയാണ്. അത് ഇംഗ്ലീഷിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ കൺസെപ്റ്റ് മലയാളത്തിലേക്കോ ഇംഗ്ലീഷിലേക്കോ തർജ്ജമ ചെയ്യുകയാണ് നമ്മളവിടെ ചെയ്യുന്നത്. അവിടെ നിന്നാണ് എൻകോഡിങ് ആൻഡ് ഡീകോഡിങ് എന്നുള്ള കൺസെപ്റ്റിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ നോക്കുക, ഐഡിയാസ് ആർ കൺവേർട്ടഡ് ഇൻ ടു സിംബൽസ് ആൻഡ് ട്രാൻസ്മിറ്റഡ്. ഐഡിയാസിനെ സിമ്പിളായിട്ട് മാറ്റുന്നു, അങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. ട്രാൻസ്മിറ്റ് മീൻസ് ഹാൻഡഡ് ഓവർ, ട്രാൻസ്ഫർ ചെയ്യുന്നു. എൻകോഡിങ് ഈസ് എ പ്രോസസ് ബൈ വിച്ച് ദ സെൻഡർ ക്രിയേറ്റ്സ് മെസ്സേജ്. ആ ഒരു ടേം പഠിക്കണം. എൻകോഡിങ് ഈസ് ദ പ്രോസസ് ബൈ വിച്ച് ദ സെൻഡർ ക്രിയേറ്റ്സ് മെസ്സേജ്. അയക്കുന്ന ആൾ സന്ദേശം അത് രൂപീകരിക്കുന്നു എന്നുള്ള പ്രക്രിയയാണ് എൻകോഡിങ്. തോട്ട്സ് ആൻഡ് ഐഡിയാസ് ഇൻ ദി മൈൻഡ് ഓഫ് സെൻഡർ ആർ കൺവേർട്ടഡ് ഇൻ ടു സിംബൽസ്. അതായത് ആശയവും ചിന്തയും സിംബൽ പ്രതീകമായിട്ട് സാധാരണ അല്ലാത്ത ഭാഷയിൽ അവർ പ്രതീകമായിട്ട് കുത്തിക്കുറിച്ച് വയ്ക്കുന്നു. ആൻഡ് കോഡിലൂടെ കാണിക്കുന്നു. ആൻഡ് ബിഫോർ ട്രാൻസ്മിറ്റിംഗ് ടു ദി റിസീവർ. അപ്പോൾ ആണ് എൻകോഡിങ് ആ ലൈനിലാണ് മനസ്സിലാക്കേണ്ടത്. ഇനിയിപ്പം ഡീകോഡിംഗ് ഉണ്ട്. ഈ എൻകോഡിങ്ങിനെ മാറ്റുന്നതോടുകൂടിയാണ്, ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതാണ് പ്രക്രിയയാണ് ഡീകോഡിംഗ്. ഡീകോഡിംഗ് ഈസ് ദ പ്രോസസ് ബൈ വിച്ച് ദ receiver understand the codes and gets the meaning of the message. അപ്പോൾ അത് നോക്കുക, എൻകോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് ഡിസ്കഷൻ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഡീകോഡിംഗ് ഈസ് ദി പ്രോസസ് ബൈ വിച്ച് ദി റിസീവർ അണ്ടർസ്റ്റാൻഡ്സ് കോഡ്സ് ആൻഡ് ഗെറ്റ്സ് ദി മീനിങ് ഓഫ് ദി മെസ്സേജ്. ഡീകോഡ് ചെയ്യുന്ന പ്രക്രിയയിലൂടെ നമ്മൾ എൻകോഡ് ചെയ്ത ആശയത്തിൻ്റെ അർത്ഥം റിസീവറിന് മനസ്സിലാക്കുന്ന പ്രക്രിയയാണ് ഡീകോഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ എൻകോഡിങ് ഡീകോഡിംഗ് എന്നുള്ള കൺസെപ്റ്റ് കൂടി ഈ ഭാഗത്തോടു കൂടി നിങ്ങൾ പഠിച്ചെടുക്കുന്നുണ്ട്. ഇതിൽ വരുന്ന ക്വസ്റ്റ്യൻ ആൻസർ സമ്മറൈസ് ചെയ്തിട്ട് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ എക്സാമിനേഷൻ പോയിൻ്റ് ഓഫ് വ്യൂവിൽ വായിച്ച് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതിന് മുമ്പ്, അത് തീരുന്നതിന് മുമ്പ് ആ ക്വസ്റ്റ്യൻ ആൻസർ നമുക്ക് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് നമുക്ക് വളരെ സ്പീഡായിട്ട് ഡിസ്കസ് ചെയ്യാം. അതിൻ്റെ അർത്ഥം മാത്രം പറഞ്ഞു പോകാം. ഇവിടെ ഓൾറെഡി ഈ കാര്യം തന്നെ ചർച്ച ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എക്സാമിനേഷൻ എങ്ങനെയാണ് നിങ്ങൾ എഴുതേണ്ടതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി അത് ക്വസ്റ്റ്യൻ ആൻസർ രൂപത്തിൽ കാണിച്ചിരിക്കുകയാണ്. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇൻട്രൊഡക്ഷൻ കമ്മ്യൂണിക്കേഷൻ ഷോർട്ട് പാരഗ്രാഫ് ക്വസ്റ്റ്യൻ കഴിഞ്ഞതിന് ചോദിച്ചിട്ടുണ്ട് എക്സാമിനേഷന്. എന്താണ് ഡിഫൈൻ കമ്മ്യൂണിക്കേഷൻ, ഗീവ് എസെൻഷ്യൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. നോക്കുക, കമ്മ്യൂണിക്കേഷൻ റെഫേഴ്സ് ടു ദി പ്രോസസ് ഓഫ് കൺവേയിങ് ഐഡിയാസ്, ഇൻഫർമേഷൻ, തോട്ട്സ് ആൻഡ് എമോഷൻസ് ബിറ്റ്വീൻ ഇൻഡിവിജ്വൽസ് ഓർ ഗ്രൂപ്പ്സ് ത്രൂ വെർബൽ, നോൺ വെർബൽ or written means. It involves the use of words, symbols, gestures, facial expression, body language to share the message effectively. The communication has its roots in its Latin word communicare, which means to share. The aim of communication is to put across the ideas, thoughts and feelings in the minds of a person to others. There are many models that theorize the communication process. To constitute a communication, there are mainly 4 elements are required: സെൻഡർ, റിസീവർ, മെസ്സേജ് ആൻഡ് ഫീഡ്ബാക്ക്. ഇതൊക്കെ നമ്മൾ ഇതിനു അകം തന്നെ ഡിസ്കസ് ചെയ്തതാണ്, അതുകൊണ്ട് തന്നെ പറയേണ്ട ആവശ്യമില്ല. എ സെൻഡർ ഈസ് എ പേഴ്സൺ ഹൂ ഇനീഷ്യേറ്റ് ദി കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ്. അതായത് കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് അതിന് മുൻകൈ എടുക്കുന്ന ആ വ്യക്തിയാണ് സെൻഡർ. ഹീ ഓർ ഷീ പ്രൊഡ്യൂസസ് ദി മെസ്സേജ് ആൻഡ് പാസസ് ടു ദി റിസീവർ ഹൂ പൊസസ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ബിഫോർ സെൻഡിങ് എ മെസ്സേജ്. അതാണ് ബിഫോർ സെൻഡിങ് എ ഫീഡ്ബാക്ക് ടു ദി സെൻഡർ. അതാണ് കമ്മ്യൂണിക്കേഷൻ. ഡിഫൈൻ കമ്മ്യൂണിക്കേഷൻ എലിമെൻറ്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന പാരഗ്രാഫ് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എഴുതേണ്ടത് ഇനി വരുന്നത് 1 വേ ഓർ 2 വേ കമ്മ്യൂണിക്കേഷനാണ്. അവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് 1 വേ കമ്മ്യൂണിക്കേഷൻ, അത് ഫ്ലോ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഒഴുക്ക് എങ്ങനെയാണെന്നുള്ളതാണ്. 1 വേ കമ്മ്യൂണിക്കേഷൻ ഈസ് എ ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇൻ വിച്ച് ഇൻഫർമേഷൻ ഫ്ലോസ് ഇൻ സിംഗിൾ ഡയറക്ഷൻ എന്നല്ലേ. അത് ഒരു വശത്തേക്ക് മാത്രമുള്ള വിവരങ്ങളുടെ ഒഴുക്കാണ് 1 വേ കമ്മ്യൂണിക്കേഷൻ. From the sender to the receiver without expecting or allowing feedback response to the receiver. റിസീവറിൽ നിന്നും ഫീഡ്ബാക്ക് പ്രതീക്ഷിക്കാതെ ആശയം കൈമാറാണ് 1 വേ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ ടെലിവിഷൻ ആൻഡ് റേഡിയോ ബ്രോഡ്കാസ്റ്റ്. നെക്സ്റ്റ് വരുന്നത് 2 വേ കമ്മ്യൂണിക്കേഷനാണ്. 2 വേ കമ്മ്യൂണിക്കേഷൻ ഈസ് എ ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇൻ വിച്ച് ബോത്ത് ദി സെൻഡർ ആൻഡ് റിസീവർ ആർ ഇൻവോൾവ്ഡ് ഇൻ എക്സ്ചേഞ്ചിങ് ഇൻഫർമേഷൻ. It involves an active exchange when the receiver can respond, clarify or constitute the discussion. അത് രണ്ടുപേരുടെയും ആക്റ്റീവ് പാർട്ടിസിപ്പേഷനുള്ളതുകൂടിയാണ്
ഉള്ള ഒന്നാണ് ടു വേ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അത് എക്സാമ്പിൾ ടെലിഫോൺ കോൾസ്, ഒരു വൺ വേ കോൾ ചെയ്യുന്നു, മറ്റേ അതർ സൈഡിൽ അതുപോലെ ഉത്തരം പ്രതീക്ഷിക്കുന്നു, ഉത്തരം പറയുന്നതാണ് ടെലിഫോൺ കോൾസിൻ്റെ ടു വേ കമ്മ്യൂണിക്കേഷൻ എക്സാമ്പിളായിട്ട് പറയുന്നത്. നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ടു വേ കമ്മ്യൂണിക്കേഷൻ ഓൾസോ ബി എക്സ്പ്ലെയിൻഡ്. സിമെട്രിക് എന്നും എസിമെട്രിക് എന്നും അതിനെ പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്. ഇനി വെർബൽ ആൻഡ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. നമ്മൾ വെർബൽ കമ്മ്യൂണിക്കേഷൻ തന്നെ മൗത്ത് ഉപയോഗിച്ചുകൊണ്ടുള്ള കമ്മ്യൂണിക്കേഷൻ വെർബലുണ്ട്, അതുപോലെ തന്നെ റിട്ടൺ എഴുത്തു ഭാഷയിലുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. പിന്നെ വരുന്നത് വിഷ്വൽ ആൻഡ് സിംബോളിക് കമ്മ്യൂണിക്കേഷൻ, അതായത് ഫിസിക്കൽ ആൻഡ് വെർബൽ കമ്മ്യൂണിക്കേഷൻ. അത് ചുരുക്കിയിട്ട് ഫിസിക്കൽ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. ഹിയർ ദി വെർബൽ കമ്മ്യൂണിക്കേഷൻ ത്രൂ ദി യൂസ് ഓഫ് ജസ്റ്റേഴ്സ്, ബോഡി ലാംഗ്വേജ് എക്സ്പ്രഷൻ. അതാണ് ഫിസിക്കൽ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി മേജർ സ്റ്റൈൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ മുകളിൽ ഡിസ്കസ് ചെയ്ത് തന്നെയാണ്. അഗ്രസീവ് കമ്മ്യൂണിക്കേഷൻ എന്നുണ്ട്, അതെന്താണെന്ന് ഇവിടെ വിശദീകരിച്ചിട്ടുണ്ട്. അതുപോലെ നെക്സ്റ്റ് വൺ പാസീവ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അത് when the receiver accepts everything in silence though he or she disagrees with the ideas, it can be termed as passive communication. ഇത് ടെക്സ്റ്റിലുള്ള അതേ സെൻറ്റൻസ് തന്നെയാണ് ഇവിടെ പകർത്തിയിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് പാരഗ്രാഫ് ക്വസ്റ്റ്യൻ എഴുതുമ്പോഴും എസ്സേ ക്വസ്റ്റ്യൻ എഴുതുമ്പോഴും ഇതുപോലെ തന്നെ നിങ്ങൾ എക്സാമിനേഷന് എഴുതി ഫലിപ്പിക്കാൻ പറ്റണം. സ്വന്തം ഭാഷയിൽ എഴുതുന്നതോടൊപ്പം തന്നെ ഈ ടെക്സ്റ്റിൽ വരുന്ന കണ്ടൻറ്റിലെ പ്രധാനപ്പെട്ട ലൈൻസ് അതേപോലെ എഴുതി കൊടുക്കണം. എന്നെങ്കിൽ മാത്രമേ പരീക്ഷയ്ക്ക് കൂടുതൽ മാർക്ക് നേടാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് ടെസ്റ്റിലെ വാക്കുകൾ തന്നെ പല ഘട്ടത്തിലും അതുപോലെ ഉപയോഗിച്ചതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. പാസീവ് കമ്മ്യൂണിക്കേഷൻ ടെൻഡ് ടു അവോയ്ഡ് കോൺഫ്ലിക്റ്റ് ആൻഡ് മേ സപ്രസ് ദെയർ ഓൺ ഒപ്പീനിയൻ ടു കീപ് ദി സൈലൻസ്. പലപ്പോഴും പാസീവ് കമ്മ്യൂണിക്കേഷനിൽ ടെൻഡ് ടു അവോയ്ഡ് കോൺഫ്ലിക്റ്റ്, അതായത് ഒരു ആശയ സംഘട്ടനം അല്ലെങ്കിൽ സംഘർഷം ഒഴിവാക്കുന്ന രീതിയിലായിരിക്കും പാസീവ് കമ്മ്യൂണിക്കേഷൻ. ആൻഡ് മേ സപ്രസ് ദെയർ ഓൺ ഒപ്പീനിയൻ ടു കീപ് സൈലൻസ്. അവിടെ നമ്മുടെ മറ്റേയാളുടെ അഭിപ്രായം മറച്ചു വെക്കുന്നു, ആ തൽക്കാലം പ്രശ്നം കോൺഫ്ലിക്റ്റ് ഇല്ലാതെ ആയിരിക്കാൻ വേണ്ടി. പാസീവ് അഗ്രസീവ് കമ്മ്യൂണിക്കേഷൻ അതിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. അത് ഈ പാരഗ്രാഫ് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ അസർട്ടീവ് കമ്മ്യൂണിക്കേഷൻ വന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് ദി മോസ്റ്റ് എഫക്റ്റീവ് സ്റ്റൈൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ വേർ എ പേഴ്സൺ എക്സ്പ്രസസ് ഹിസ് ഫീലിംഗ്, ഐഡിയാസ് ആൻഡ് നീഡ്സ് വൈൽ കൺസിഡറിംഗ് ദാറ്റ് ഓഫ് അതർ ടു. ഇറ്റ് ഷോസ് ദി കോൺഫിഡൻസ് ഓഫ് ദി കമ്മ്യൂണിക്കേറ്റർ ടു എക്സിബിറ്റ് ദി ഐഡിയാസ് ഓപ്പൺലി. ഇനി ലാസ്റ്റ് 2 കൺസെപ്റ്റ് മാത്രമേ ഉള്ളൂ, എൻകോഡിംഗ് ആൻഡ് ഡീകോഡിംഗ്. എന്താണ് എൻകോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പാരഗ്രാഫ് രൂപത്തിലുള്ള ക്വസ്റ്റ്യനാണ്, ആൻസറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എൻകോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് ആർ ഫണ്ടമെൻ്റൽ പ്രോസസ് ഇൻ കമ്മ്യൂണിക്കേഷൻ ദാറ്റ് ഇൻവോൾവ്സ് ദി ട്രാൻസ്ഫർ ഓഫ് ഇൻഫർമേഷൻ ഫ്രം വൺ പേഴ്സൺ ടു അനദർ. എൻകോഡിംഗ് ഇസ് എ പ്രോസസ് ബൈ വിച്ച് സെൻഡർ ക്രിയേറ്റ്സ് എ മെസ്സേജ്. എൻകോഡിംഗ് എന്ന് പറയുന്നത് ഈ സെൻഡർ മെസ്സേജ് രൂപീകരിക്കുന്നു. തോട്ട്സ് ആൻഡ് ഐഡിയാസ് ഇൻ ദ മൈൻഡ് ഓഫ് ദി സെൻഡർ ആർ കൺവേർട്ടഡ് ഇൻ ടു സിംബൽസ് ആൻഡ് കോഡ്സ് ബിഫോർ ട്രാൻസ്മിറ്റിംഗ് ടു ദി റിസീവർ. അത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ചിന്തയും ആശയവും അയക്കുന്ന ആളിൽ രൂപപ്പെടുന്നു. അത് പ്രതീകമായിട്ട് സിമ്പിളായിട്ട് മാറ്റപ്പെടുന്നു, അത് കോഡായിട്ട് മാറ്റപ്പെടുന്നു അത് റിസീവറിന് അയക്കുന്നതിന് മുമ്പ്. അതാണ് എൻകോഡിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് ഡീകോഡിംഗ്. Decoding is a process by which the receiver understands the code and gets the meaning of the message. Here the receiver takes the symbols, words, gestures and images and translates them back to the meaningful form to understand the sender's original intention. അതായത് ഡീകോഡിംഗ് ഇസ് പ്രോസസ്. ഡീകോഡ് ചെയ്യുക എന്ന് പറയുമ്പം അതിനെ അപഗ്രഥിക്കുക, ആ കോഡ് ഭാഷയിൽ തന്നിരിക്കുന്ന ആശയങ്ങൾ അപഗ്രഥിക്കുക എന്ന് വേണമെങ്കിൽ ഡീകോഡിങ്ങിനെ പറ്റി പറയാം. അപഗ്രഥിച്ച് മനസ്സിലാക്കുന്നു, റിസീവർ മനസ്സിലാക്കുന്നു, ആ സെൻഡർ എൻകോഡ് ചെയ്ത ആശയം ഡീകോഡ് ചെയ്യലും കൂടെ മനസ്സിലാക്കുന്ന പ്രക്രിയയാണ് ഡീകോഡിംഗ് എന്ന് പറയുന്നത്. ഹിയർ ദി റിസീവർ ടേക്സ് ദി സിംബൽ ആൻഡ് ട്രാൻസ്ലേറ്റ് ദം ബാക്ക് ടു ദി മീനിങ് ഫോം ടു അണ്ടർസ്റ്റാൻഡ് സെൻഡേഴ്സ് ഒറിജിനൽ ഇൻറ്റൻഷൻ. അയക്കുന്ന ആളുടെ ഒറിജിനൽ ഇൻറ്റൻഷൻ എന്താണോ അതിലടങ്ങിയിരിക്കുന്നത് അത് മനസ്സിലാക്കാൻ വേണ്ടി ഈ എൻകോഡ് ചെയ്ത കൺസെപ്റ്റ് ഡീകോഡ് ചെയ്യുന്ന പ്രക്രിയയാണ് ഡീകോഡിംഗ് ഒരു ട്രാൻസ്ലേഷൻ പ്രക്രിയയാണ് എന്നുകൂടി നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതോടുകൂടി ഒന്നാമത്തെ ചാപ്റ്ററിലെ എല്ലാ ഇമ്പോർട്ടൻ്റ് കൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതുവരെ കേട്ട എല്ലാവർക്കും നന്ദി. അതോടൊപ്പം തന്നെ ലാസ്റ്റായി പറയാനുള്ളത്, ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഈ കൂടുതൽ വീഡിയോ ചെയ്യാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്ന ഭാഗമായി നിങ്ങളതിനെ
ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ ഈ ക്ലാസ് ഏത് രീതിയിലേക്ക് കൊണ്ടുപോകണമെന്ന് നിങ്ങൾക്ക് നിർദ്ദേശിക്കാവുന്നതാണ്. ഈ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഇംഗ്ലീഷിൻ്റെ ഭാഗം മാത്രമാണ് ഇപ്പോൾ കൈകാര്യം ചെയ്തിരിക്കുന്നത്. അതിൻ്റെ എല്ലാ പേപ്പറിലെയും പ്രധാനപ്പെട്ട ചാപ്റ്റേഴ്സ് ഇത്തരത്തിൽ ഡിസ്കഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിന് നിങ്ങളുടെ ഭാഗത്തുനിന്നും നല്ല രീതിയിലുള്ള കോഓപ്പറേഷൻ പ്രതീക്ഷിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. ഒരിക്കൽ കൂടി നിങ്ങളോട് നന്ദി പറഞ്ഞുകൊണ്ട് ഇവിടെ നിർത്തട്ടെ. താങ്ക് യു.